നേരത്തെ നമ്മളോട് സംസാരിച്ച ശ്രീ ഐസക് ജോൺ എങ്ങനെ ഗൾഫ് രാജ്യങ്ങൾ പ്രവാസികൾക്കായി മുൻകരുതലുകൾ ആലോചിക്കുന്നു എന്ന് പറഞ്ഞു. നമ്മളും അതുപോലെ നമ്മുടെ നാട്, പ്രത്യേകിച്ച് കേരളവും ആലോചിക്കേണ്ടതുണ്ട്. തൊഴിൽ നഷ്ടപ്പെട്ട് മടങ്ങി വരുന്ന ആളുകളെ എങ്ങനെ ചേർത്ത് പിടിക്കാൻ കഴിയും, അവർക്കായി എന്തൊക്കെ ആലോചിക്കാൻ കഴിയും, പുതിയ പദ്ധതികളാണെങ്കിലും ക്ഷേമ പദ്ധതികളാണെങ്കിലും അതൊക്കെ ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ രീതിയിൽ കൂടി ഈ ഘട്ടത്തിൽ, കാരണം ഇത്രയധികമായി ഇനി എത്ര കാലം പോകുമെന്ന് നമുക്കറിയില്ല, ആ ആലോചന കൂടി ഉണ്ടാവേണ്ടതല്ലേ നമ്മുടെ സർക്കാരുകളുടെ ഭാഗത്ത് നിന്ന്? അതെ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതെ. കാരണം നമ്മൾ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ പബ്ലിക് ഡൊമൈനിലുള്ള ഒരു കണക്ക്, ഫെബ്രുവരിക്ക് ശേഷം ഇന്ത്യയിലേക്ക് തിരിച്ച് മടങ്ങി വന്ന ഗൾഫിലുള്ള ഇന്ത്യൻസ്, മലയാളികളല്ല, മലയാളികൾ അതിൽ എനിക്ക് തോന്നുന്നത് ഒരു സിംഹഭാഗവും മലയാളികൾ തന്നെയായിരിക്കും. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി പറഞ്ഞ കണക്കാണ്, ഏകദേശം 2.5 ലക്ഷം ആൾക്കാർ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ നമ്മൾ ഒരു കൺസർവേറ്റീവായിട്ടുള്ള ഒരു ഊഹം നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ ഇതിൽ അറ്റ്ലീസ്റ്റ് 1.25-2 ലക്ഷം പേര് മലയാളികൾ ആയിരിക്കാം. ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ, കാരണം കണക്കില്ല. അപ്പോൾ ആര്യ ഇപ്പോൾ പറഞ്ഞ കാര്യം ശരിക്കും നമ്മുടെ സംസ്ഥാനത്തിലെ ഇപ്പോൾ നോർക്ക പല ഏജൻസീസും ഉണ്ടല്ലോ, ഇതിൻ്റെ വ്യക്തമായ കണക്ക് പുറത്തു വന്നോന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും പത്രത്തിലോ മാധ്യമങ്ങളിലോ ഒന്നും ആര്യക്കറിയാമെങ്കിൽ നല്ലത്, അങ്ങനത്തെ ഒരു കണക്ക് നമ്മൾ കമ്പൈൽ ചെയ്തതായിട്ട് കാണുന്നില്ല. പ്രധാനമായിട്ടും ഈ വന്ന ആൾക്കാർക്ക് ജോലി അല്ലെങ്കിൽ പുതിയ വായ്പകൾ കൊടുക്കുക, തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാനായിട്ടുള്ള അനുവാദവും അതേപോലെ മറ്റുള്ള സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുക ഒക്കെ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റെയും ഈ സംസ്ഥാനത്തിൻ്റെയും കടമ തന്നെയാണ്. ആദ്യം വേണ്ടത് ഞാൻ പറഞ്ഞ പോലെ ഈ കണക്ക് നമുക്ക് ഉടൻ തന്നെ എടുക്കേണ്ടി വരും. നമ്മൾ എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ, ആര്യ ഈ പാനലിൽ പങ്കെടുക്കുന്ന മറ്റുള്ളവർക്കും ഇതേ അനുഭവം കാണാം. ഞാൻ ഈ ഇടയ്ക്ക് നമ്മുടെ ഉബർ ടാക്സി പിടിച്ച് പോകുമ്പോഴെല്ലാം, ഓട്ടോ അല്ല ടാക്സി, ഒരു 10 തവണ ഞാൻ ടാക്സിയിൽ പോയിട്ടുണ്ടെങ്കിൽ 7-8 തവണ നമ്മൾ അവരുമായിട്ട് വർത്തമാനം പറയുമ്പോൾ ഈ ഡ്രൈവേഴ്സ് എല്ലാം ഗൾഫിൽ നിന്ന് വന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് എനിക്ക് തോന്നുന്നത് പെട്ടെന്ന്, കാരണം മാസത്തിൽ ചിലപ്പോൾ ഒരു സർപ്ലസ് അല്ലെങ്കിൽ സേവിങ് 40,000-50,000 രൂപയ്ക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള സേവിങ്സ് നടത്തിക്കൊണ്ടിരുന്ന മലയാളി പ്രവാസികൾ ഗൾഫിൽ നിന്നും തിരിച്ചു വന്ന് അവർക്ക് പെട്ടെന്ന് വേറെ ഒരു ജോലിയിലേക്ക് തിരികാനുള്ള സാധ്യത ഇല്ലാത്തത് കൊണ്ട് കുറച്ച് സേവിങ്സ് ഉള്ളത് വെച്ച് കാർ എടുക്കുന്നു, ഉബർ ടാക്സി ഡ്രൈവേഴ്സായിട്ട് പോകുന്നു. നേരത്തെ 1-2 തവണ ഞാൻ ഇത് പറയുകയും ചെയ്തു. പലവരും നാട്ടിൽ ഇത് പ്രത്യക്ഷമായിട്ട് ഇങ്ങനെയുള്ള ഒരു ധാരണ അല്ലെങ്കിൽ ഒരു തോന്നൽ ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാവേണ്ടെന്ന് വിചാരിച്ച് ഒരു 2-3 ജില്ലകൾ അപ്പുറത്ത് പോയിട്ടാണ് ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഗൾഫിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെട്ട് ഇവിടെ ധാരാളം പേരുണ്ട്. അവർക്ക് തൊഴിൽ ആവശ്യമാണ്, അവർക്കുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കണം. അതിൻ്റെ ഫസ്റ്റ് പടിയായിട്ട് തീർച്ചയായിട്ടും ഒരു കണക്കെങ്കിലും നമുക്ക് ക്ലിപ്തപ്പെടുത്തി എടുക്കണം. അവർക്ക് സംരംഭങ്ങൾ തുടങ്ങാനുള്ള സാധ്യതകളുണ്ട്, അതിനുള്ള സപ്പോർട്ട് നമുക്ക് കൊടുക്കുവാൻ സാധിക്കും. ചർച്ച അവസാനിക്കുന്നു. പക്ഷേ ഞാൻ നേരത്തെ പറയേണ്ട ഒരു കാര്യം, അതായത് നമ്മളിപ്പം ഈ സാമ്പത്തിക കാര്യങ്ങൾ മിലിറ്ററിയെ ഓവർടേക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലോ, അതിനോടൊപ്പം ദേശീയതയുടെ പ്രകടനം, ദേശീയത തിരിച്ചു വരുന്നു. ട്രംപിൻ്റെ സ്ലോഗൻ പോലും മാഗ ആയിരുന്നല്ലോ, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നുള്ള അടിസ്ഥാനത്തിലാണ് അദ്ദേഹം വരുന്നത്. അത് ദേശീയതയുടെ ഒരു പുനരുത്ഥാനം, അമേരിക്ക റിസർജൻസ് എന്ന് പറയാം. ഇറാനിൽ തീർച്ചയായിട്ടും ആ ഖമേനിയുടെ കബറടക്കം ദിവസമൊക്കെ നമ്മൾ കണ്ട ചിത്രങ്ങൾ വ്യക്തമാക്കുന്നത് ഒരു രാജ്യമൊട്ടാകെ ഇറാനിയൻ ദേശീയതയുടെ അടിസ്ഥാനത്തിൽ പ്രകടമായിട്ട് പബ്ലിക്കായിട്ട് സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടി എല്ലാ വെല്ലുവിളികളെയും ഞാൻ നേരിടുന്നു ഓരോ പൗരനും പറയുന്ന രീതിയിലേക്ക് പോകുന്നു. അങ്ങനത്തെ ഫീലിംഗ് മിക്കവാറും എല്ലാ കൺട്രീസിലും. സൗത്ത് ആഫ്രിക്ക, ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല, ഒരാഴ്ച മുമ്പ് അവിടെ പ്രകടനം, അതായത് ആ ദേശത്ത് തന്നെ ജനിച്ചു വളരുന്ന ആൾക്കാർ ഫോറിനേഴ്സിന് പുറത്തു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രകടനം ഈയിടയ്ക്ക് നടത്തുകയുണ്ടായി. അതിൻ്റെ ഫലമായിട്ടാണ് ദേശീയതയിൽ ഊന്നിക്കൊണ്ടുള്ള വികസനം, സാമ്പത്തിക നടപടികൾ, ആത്മനിർഭരത എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഇറാൻ US ഈ യുദ്ധത്തോടുകൂടി ആത്മനിർഭരത എന്നുള്ളത് വെറും ഒരു വാചകം അല്ലെങ്കിൽ സ്ലോഗൻ മാത്രമാകാതെ അത് അനിവാര്യമായ സാമ്പത്തിക വികസനത്തിൻ്റെ അടിക്കല്ലായിട്ട് ഇന്ത്യയിൽ മാറിക്കഴിഞ്ഞു.
നമുക്ക് വേറെ നിർവാഹമില്ല. കാരണം ഗ്ലോബലൈസേഷൻ, അന്താരാഷ്ട്രവൽക്കരണം അതാണല്ലോ. എല്ലാ രാജ്യങ്ങളൂടി ഒന്നായിട്ട് വരുന്നു എന്നുള്ള തോന്നൽ 2001 വേൾഡ് ഇസ് ഫ്ലാറ്റ് ഒരു ബുക്ക് ഉണ്ടായിരുന്നു. അതെല്ലാം മറിഞ്ഞു. ഇപ്പോൾ ഡീഗ്ലോബലൈസേഷനും പോലുമല്ല, റീഗ്ലോബലൈസേഷൻ. കാരണം ഇത് തമ്മിലുള്ള ഐക്യരാഷ്ട്രസഭയെക്കുറിച്ച് കേൾക്കാനില്ല, WTO നമുക്ക് കേൾക്കാനില്ല, രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ മാറി വരുന്നു. അപ്പോൾ ഈ മാറി വരുന്ന ബന്ധങ്ങളെ നിലനിർത്തിക്കൊണ്ട് മിക്കവാറും കാര്യങ്ങളിൽ ആത്മനിർഭരത അല്ലെങ്കിൽ സ്വയം പര്യാപ്തത കൈവരിക്കുവാൻ വേണ്ടിയിട്ടുള്ള സകലമാന വഴികളും നമ്മൾ ആലോചിക്കണം. അതാണ് വന്നിട്ടുള്ള സാമ്പത്തിക നയത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം.